ലോക്സഭാ മൂന്നാം സീറ്റ് വിഷയത്തിൽ മുസ്ലിം ലീഗ് കടുത്ത തീരുമാനത്തിലേക്ക്. അധിക സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. ഇല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണം. അനുകൂല തീരുമാനമില്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആലോചന. ഇതോടെ 25-ന് ചേരുന്ന UDF യോഗം നിർണായകമായി. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ഷബീർ, ഇപ്പോൾ രാജ്യസഭാ സീറ്റ് ഏറെക്കുറെ ധാരണയായി എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നതാണ്. പക്ഷേ അതിലെന്താണ് ഇപ്പോൾ അവ്യക്തത? അങ്ങനെ രാജ്യസഭാ സീറ്റും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നീങ്ങാനാണ് ഇപ്പോൾ ലീഗിന്റെ തീരുമാനം? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ സീറ്റ് അധിക സീറ്റ് നൽകാനാകില്ല എന്ന നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ് എടുത്തിരുന്നു. എന്നാൽ പകരം രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് ഉന്നയിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റും നൽകുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല, അത് പിന്നീട് തീരുമാനിക്കാം, അതിൽ ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നിലപാട് എന്നാണ് ഇന്ന് പുറത്തു വന്ന വാർത്തകൾ. അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അധിക സീറ്റോ അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റോ ഇല്ലെങ്കിൽ തീരുമാനം കടുപ്പിക്കാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം ചേർന്നിരുന്നു. അപ്പോൾ അധിക സീറ്റ് പാർലമെന്റിൽ അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന ആവശ്യമാണ് ഈ യോഗത്തിൽ ഉയർന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അത്തരമൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ ഒരു വിട്ടുവീഴ്ചയുടെ ഭാഗമായി, മുന്നണി മര്യാദയുടെ ഭാഗമായി, അഥവാ എന്തെങ്കിലും തരത്തിൽ അധിക സീറ്റ് നൽകാൻ കഴിയാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ രാജ്യസഭാ സീറ്റെങ്കിലും വാങ്ങണം. നേരത്തെ മുസ്ലിം ലീഗ് വിട്ടു നൽകിയ സീറ്റാണ് രാജ്യസഭാ സീറ്റ്. അപ്പോൾ ആ നിലക്കെങ്കിലും അത് തിരികെ വാങ്ങണമെന്ന ഒരു വികാരം മുസ്ലിം ലീഗിനകത്തുണ്ട്. എന്നാൽ ഇതുപോലും പരിഗണിക്കാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ കടുത്ത തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ആലോചിക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഉയർന്നു വരുന്നത്. അത് ഏത് നിലയ്ക്കായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലാണ് വ്യക്തമാവുകയുള്ളൂ. കാരണം 25-ന് ചേരുന്ന, ഈ മാസം 25-ന് ചേരുന്ന UDF യോഗത്തിൽ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. മുസ്ലിം ലീഗിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും, ഉഭയകക്ഷി ചർച്ചയിലൂടെ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞപ്പോൾ 25-ന് ചേരുന്ന UDF യോഗം നിർണായകമാണ്. ഈ യോഗത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും അതിനനുസരിച്ചിട്ടായിരിക്കും മുസ്ലിം ലീഗിന്റെ തീരുമാനം. എന്തായാലും ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നൊരു ആലോചന മുസ്ലിം ലീഗിനകത്തുണ്ട്. എന്നാൽ പോലും അതിൽ അന്തിമ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. UDF യോഗത്തിലെ തീരുമാനത്തിന് ശേഷം മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം ചേരും, നേതൃയോഗം ചേരും. അതിനുശേഷമായിരിക്കും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ അത്തരമൊരു ആലോചന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സജീവമായി തന്നെ ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. അത് ഏത് നിലയ്ക്കായിരിക്കും എന്നുള്ള കാര്യങ്ങളടക്കം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരും. ഇന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായത്. നേരത്തെ K മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് മുസ്ലിം ലീഗിന് 3 അതിലധികം സീറ്റുകൾക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവരുടെ ആവശ്യം പരിഗണിക്കണമെന്ന നിലക്കായിരുന്നു K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. എന്നാൽ ഇന്ന് MM ഹസന്റെ പ്രതികരണം വന്നത് അത് മുരളിയുടെ മാത്രം അഭിപ്രായമാണ്, കോൺഗ്രസിന്റെ അഭിപ്രായമായി ഇതിന് കാണേണ്ടതില്ല, മറ്റു കാര്യങ്ങൾ UDF യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നതടക്കമായിരുന്നു MM ഹസന്റെ പ്രതികരണം. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനം അല്ലെങ്കിൽ അത്തരമൊരു ആലോചന മുസ്ലിം ലീഗിനകത്തുണ്ട്. അത് എപ്പോൾ, അതായത് ലോക്സഭ അധികമായി ആവശ്യപ്പെട്ട ലോക്സഭാ സീറ്റോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്കോ സീറ്റ് നൽകിയിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നാണ് ലീഗ് ആലോചിക്കുന്നത്. അതിൽ തന്നെ മലപ്പുറം, നമുക്കറിയാം മുസ്ലിം ലീഗ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്ന 2 മണ്ഡലങ്ങൾ മലപ്പുറം, ഒപ്പം തന്നെ പൊന്നാനി, ഈ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ വിജയിക്കാൻ കഴിയുമെന്ന വിലയിരുത്തൽ കൂടി മുസ്ലിം ലീഗിനുണ്ട്. ആ നിലയ്ക്ക് കൂടിയാണ് ഷബീർ, ഈ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നൊക്കെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അറ്റ കൈക്കെടുക്കേണ്ട തീരുമാനമാണ്. കാരണം ലീഗും കോൺഗ്രസും തമ്മിലുള്ള വർഷങ്ങളായുള്ള ചരിത്രപരമായ ബന്ധവും സഹകരണവും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു മുന്നണിയിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു UDF-നകത്ത് എന്ന് മനസ്സിലാക്കണം. അതായത് ഈ 3-ാം സീറ്റിന്റെ കാര്യത്തിൽ അത്രയും പിടിവാശിയിലാണോ കോൺഗ്രസ് ഉള്ളത്? മുൻകാലങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ ഒരു ഉഭയകക്ഷി ചർച്ചയോ അല്ലെങ്കിൽ അനൗദ്യോഗിക സംസാരങ്ങളോ ഒരു നയതന്ത്ര സംസാരങ്ങളോ ഒന്നും മുന്നണിക്കകത്ത് ലീഗ് നേതൃത്വവുമായി ഒന്നും നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സമയം. സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കാറുണ്ട്. എന്നാൽ അന്തിമഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ആവശ്യം മാത്രമായി നിലനിൽക്കുന്ന പതിവ് കാഴ്ചയാണ് കാണാറുള്ളത്. എന്നാൽ ഇത്തവണ ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങൾ തന്നെ കൃത്യമായിരുന്നു. അതായത് ആദ്യം UDF യോഗത്തിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നു, അതിനുശേഷം നേതാക്കളുടെ പ്രതികരണങ്ങൾ കൃത്യമായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത് ഇത്തവണ സീരിയസ് ആണെന്നൊരു വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇത്തവണ സീരിയസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം മുൻകാലങ്ങളിൽ അത്ര സീരിയസ് ആയിരുന്നില്ല എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ സീരിയസ് ആണ്. അതോടൊപ്പം തന്നെയാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ. കഴിഞ്ഞ ദിവസം പോലും ഇ.ടി. മുഹമ്മദ് ബഷീർ നൽകിയ പ്രതികരണം എന്ന് പറയുന്നത് അധിക സീറ്റ് ലീഗിന്റെ ആവശ്യമാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന നിലപാടാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് ഇത്തവണ അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. അത് മുന്നണിയിൽ മാത്രമല്ല പറയുന്നത്, മാധ്യമങ്ങളോട് പൊതുവായി പരസ്യ പ്രതികരണം നടത്തുകയാണ്. ഇത്തവണ ഞങ്ങൾക്ക് 3 സീറ്റ് വേണം, ആ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന പ്രതികരണം ലീഗിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. മാത്രമല്ല, നേരത്തെയുള്ള UDF സംവിധാനത്തിൽ നേരത്തെയുള്ളതുപോലെ ഒരു ഐക്യം മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ഇല്ല എന്നൊരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, രമേശ് ചെന്നിത്തല ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുള്ള കാലത്ത് മുസ്ലിം ലീഗുമായി വലിയ തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അത്തരമൊരു ബന്ധം, ഒരു ആത്മബന്ധം മുന്നണിക്കകത്ത് ഇല്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. കാര്യമായ കൂടിയാലോചനകൾ UDF-നകത്ത് നടക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് വിമർശനം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു, കൃത്യമായ കൂടിയാലോചന ഇല്ലാതെ പ്രതിപക്ഷത്തിൻ്റെതായി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന വിമർശനം മുസ്ലിം ലീഗിനകത്തുണ്ട്. മാത്രമല്ല, നേരത്തെ UDF-ൻ്റെതായി പ്രഖ്യാപിച്ച സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് പോലും മുസ്ലിം ലീഗ് പിൻവാങ്ങുന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൃത്യമായ കൂടിയാലോചന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കാര്യമായി നേരത്തെ ഉള്ളതുപോലെ പരിഗണിക്കുന്നില്ല എന്ന വിമർശനം മുസ്ലിം ലീഗിന് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാം എന്നൊരു ആലോചനയിലേക്ക് പോകുന്നത്. മുസ്ലിം ലീഗ് നേതാക്കൾ അത്തരം ഒരു ആലോചന നടത്തുന്നത്. അപ്പോൾ അധിക സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 3-ാം സീറ്റ് നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് പകരമായി ഒരു സെറ്റിൽമെന്റായി, അല്ലെങ്കിൽ ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ, ഒരു ധാരണയിലൂടെ അതിന് പകരമായി രാജ്യസഭാ സീറ്റെങ്കിലും നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം, ഇത് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നൊരു ധാരണയാണ്, അല്ലെങ്കിൽ ഒരു ആലോചനയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾക്കുള്ളത്. എന്തായാലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പെട്ടെന്ന് മുസ്ലിം ലീഗിന് കടക്കാനാകില്ല. സൈഫുദ്ദീൻ തന്നെ സൂചിപ്പിച്ചതുപോലെ UDF-മായി ബന്ധപ്പെട്ട് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി UDF സംവിധാനവുമായി സഹകരിച്ചു പോകുന്ന വലിയ പാരമ്പര്യമുള്ളൊരു മുന്നണി. അപ്പോൾ മുസ്ലിം ലീഗിന് പെട്ടെന്നൊരു തീരുമാനമെടുക്കാനാകില്ല. അപ്പോൾ 25-ന് ചേരുന്ന UDF യോഗത്തിന് ശേഷം, ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം എന്ത് തീരുമാനമാണ് കോൺഗ്രസ് എടുക്കുക, അതിനനുസരിച്ചിട്ടായിരിക്കും മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുക. അതിൽ തന്നെ കാര്യമായ കൂടിയാലോചനകൾ നടത്തി, നേതൃതലത്തിൽ ചർച്ചകൾ നടത്തി, അണികളെ കൂടി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ കൂടി വികാരം മനസ്സിലാക്കിയായിരിക്കും മുസ്ലിം ലീഗ് ഒരു അന്തിമ തീരുമാനത്തിൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും മുസ്ലിം ലീഗിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഇപ്പോൾ മത്സരിക്കുന്ന 2 സീറ്റുകളിൽ കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിലും വിജയിക്കാൻ കഴിയും. മറ്റുള്ള സീറ്റുകളിൽ കൂടി അധികമായി മത്സരിക്കാം, ഒറ്റയ്ക്ക് മത്സരിക്കാം. 3 സീറ്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് 4 സീറ്റ് വരെ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നതടക്കമാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നീക്കങ്ങൾ ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു തീരുമാനം ലീഗ് കൈക്കൊള്ളുന്നത് കോൺഗ്രസിന് സമ്മർദ്ദം നൽകുക എന്ന തന്ത്രം കൂടിയായിരിക്കണം. കാരണം അധിക സീറ്റോ രാജ്യസഭയോ നൽകിയില്ലെങ്കിൽ ഞങ്ങൾ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുമെന്നൊരു സമ്മർദ്ദം കൂടി കോൺഗ്രസ് നൽകുകയായിരിക്കും ലീഗ് ലക്ഷ്യമിടുന്നത്. സൈഫുദ്ദീൻ. ശരി, ഷബീർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അധിക സീറ്റ് ആവശ്യപ്പെടാറുണ്ട്, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താറുണ്ട് ലീഗ്. പക്ഷേ ഇക്കുറിയുള്ള സമ്മർദ്ദം കുറെ കൂടി കടുത്ത സമ്മർദ്ദമാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം ജോസഫ് വിഭാഗത്തിന് 1 സീറ്റ്, അത്രയും നിയമസഭാ സീറ്റുകളൊന്നുമില്ലാത്ത കേരള കോൺഗ്രസ് ജോസഫിന് 1 സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നിലവിൽ ഇത്രയും വലിയ ക്രൈസിസ് UDF അനുഭവിക്കുമ്പോൾ പോലും 15 നിയമസഭാ സീറ്റുകൾ മുസ്ലിം ലീഗിനുണ്ട്. അത് നോക്കുമ്പോൾ തന്നെയും ആനുപാതികമായി 2-ലധികം സീറ്റുകൾക്ക് എല്ലാ അർത്ഥത്തിലും അർഹതയുണ്ട് ലീഗിന് എന്നുള്ള വിലയിരുത്തൽ ലീഗിനകത്ത് തന്നെയുണ്ട്. അത് സ്വാഭാവിക നീതിയായിട്ട് തന്നെ ആ 3-ാം സീറ്റ്, ലോക്സഭാ സീറ്റ് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള ചർച്ച പാർട്ടിക്കകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഈ ലീഗിൻ്റെ ഈ സമ്മർദ്ദം, ഈ ആവശ്യത്തോട് കൃത്യമായ ഒരു മറുപടി പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ള പ്രതികരണങ്ങൾ വരുന്ന മുറയ്ക്ക് കൂടിയായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് മുസ്ലിം ലീഗ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 25-ാം തീയതി UDF യോഗം നടക്കുന്നു, അത് നിർണായകമാണ്. ആ യോഗത്തിൽ വെച്ച് ലീഗിനെ എങ്ങനെ അനുനയിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടത് ആ UDF യോഗത്തിൽ വെച്ചാണ്. എന്തായാലും ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ ഈ വിഷയത്തിൽ തേടിയിരുന്നു, പക്ഷേ പലരെയും നമുക്ക് ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടില്ല. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.